ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഏത്തപ്പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങ ചിരകിയതുമൊക്കെ വെച്ചിട്ട് കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ മൈദ കൊണ്ട് ഒരു ദോശ പോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ് നമുക്ക് ആദ്യം റെഡിയാക്കാമേ. ഇപ്പോൾ ആ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞതും, അരിഞ്ഞ ശേഷം 2 ടേബിൾ സ്പൂണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ റേസിൻസും. ഈ ഒരു റെസിപ്പിക്കകത്ത് കാഷ്യൂ നട്ട്സും റേസിൻസും മസ്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തുവെച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരളവ് നെയ്ക്കകത്ത് തേങ്ങ മാത്രം ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും മതിയേ. തേങ്ങ ചിരകിയത് ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് ഇട്ട് കൊടുത്തു. കുറച്ചുകൂടി വേണമെന്ന് തോന്നിയതുകൊണ്ട് പിന്നെ ഞാനൊരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുത്ത് മൊത്തം 3/4 കപ്പ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരുമാതിരി നന്നായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അസാധ്യ ടേസ്റ്റാണ് കേട്ടോ, ആർക്കാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ഇത്. പിന്നെ ഇപ്പോൾ ദേ ഞാനത് വഴറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ നന്നായിട്ട് പൊടിച്ച ഏലക്കാപ്പൊടിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദോശ പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ പാത്രത്തിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ ലെവലായിട്ട് മൈദയും 3 ടേബിൾ സ്പൂൺ ലെവലായിട്ട് പഞ്ചസാരയും. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും, ഒരു നുള്ള ഉപ്പും, 3/4 കപ്പ് വെള്ളവും, ഏറ്റവും അവസാനം നമ്മൾ ചേർക്കുന്നത് ഒരു മുട്ടയുമാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴേക്കും നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കുമേ. അല്ല, നിങ്ങൾക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി കുറേശ്ശെ ചേർത്താലും മതി. കാരണം നല്ല വലിപ്പമുള്ള മുട്ടയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ആവശ്യം വരത്തില്ല. പിന്നെ പഞ്ചസാരയുടെ അളവ് കൂടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ബാറ്റർ ലൂസ് ആവുമല്ലോ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് പിന്നൊഴിക്കാമേ. ആദ്യമായി ഏത്തയ്ക്ക വറുത്തെടുത്തത് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് രണ്ടാമത്തെ ഏത്തയ്ക്ക എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കുകയാണ് എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന്. ഏത്തയ്ക്ക ആ ഒരു വളവിൻ്റെ രീതിയിൽ തന്നെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനായിട്ട്, ഈ സ്നാക്ക് റെസിപ്പി ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കുമേ. അതുകൊണ്ട് ആ ഏത്തയ്ക്ക മുറിക്കുമ്പോൾ വളരെ തിന്നായിട്ട് മുറിക്കണം. അത് തന്നെയല്ല, അതിൻ്റെ ആ ഒരു വളവിൻ്റെ ആ ഒരു ഷേപ്പ് വരാത്ത രീതിയിൽ നേരെ ഏത്തയ്ക്കയുടെ പീസസ് ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് കേട്ടോ. മറ്റേതായാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ദോശയ്ക്കകത്ത് വെച്ച് റോൾ ചെയ്യുമല്ലോ, അപ്പോൾ ആ ദോശ പൊട്ടിപ്പോകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നേരെ വരുന്ന രീതിയിൽ മുറിക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഉരുകി കഴിഞ്ഞപ്പോഴേക്കും ആ തിന്നായിട്ട് മുറിച്ച ആ ഒരു ഏത്തയ്ക്ക മുഴുവനും നമ്മൾ 2 സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ആ ഒഴിക്കുന്ന ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ. അതിങ്ങനെ ആ പാനിൻ്റെ ഒരു സൈഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് നെയ്യുള്ളത് ബാക്കിയുള്ളത് അങ്ങ് മാറ്റണം കേട്ടോ. നമ്മൾ ഈ ഏത്തയ്ക്ക വറുത്തിട്ട് ബാക്കി ഒരുപാട് നെയ്യുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ചെറിയൊരു മയം ഒന്ന് പുരട്ടി കൊടുത്താൽ മതിയേ. എന്നിട്ട് വേണം ആ ദോശ ഉണ്ടാക്കാനായിട്ട്. ആ മാവ് കലക്കിയത് ആ പാനിൻ്റെ ഒരു സൈഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി എല്ലാ ഭാഗത്തോട്ടും അങ്ങ് സ്പ്രെഡ് ചെയ്ത് റൗണ്ടിലാക്കിയാൽ മതി. പക്ഷേ എല്ലാ ഭാഗത്തും അപ്പം നമ്മൾ പിടിച്ചിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വിട്ടുപോയ ഭാഗത്ത് കുറേശ്ശെ കൂടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലൊരു ദോശയുടെ പരുവമാക്കിയാൽ മതി കേട്ടോ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഞാൻ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ദോശയുടെ സൈഡ് ഇച്ചിരി പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒരിച്ചിരി കട്ടിക്ക് ദോശയായാലും കുഴപ്പമില്ല. ഒന്നുകിൽ ഇത് ഓരോ ദോശയും ഉണ്ടാക്കിയിട്ട് ഒരിച്ചിരി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഏത്തയ്ക്ക വെച്ചിട്ട് റോൾ ചെയ്യണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 സ്പാച്ചുല എടുത്തിട്ട് നമ്മളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ തെറുത്ത് കൊടുത്തിട്ട് സൂക്ഷിച്ച് അതെടുത്ത് അങ്ങ് മാറ്റിയാൽ മതി കേട്ടോ. ദോശ നമ്മൾ അതിനകത്തൊന്ന് മാറ്റാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. കാരണം വളരെ സോഫ്റ്റാണ് ഈ ദോശ. അതുകൊണ്ട് ഞാൻ ചെയ്തത് ഓരോ ദോശയും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ വലിയ ചൂടൊന്ന് പോയി കഴിയുമ്പോഴേക്കും കൈകൊണ്ട് തൊടാവുന്ന ഒരു പരുവത്തിലാവുമ്പം ആദ്യത്തേതൊന്ന് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സ്പാച്ചുല വെച്ചിട്ട് ബാക്കിയുള്ളതങ്ങ് റോൾ ചെയ്യായിരുന്നു കേട്ടോ. എൻ്റെ ഈ ചാനലും ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്കായാലും മക്കൾക്കായാലും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്നാക്ക് റെസിപ്പി ഏതാണെന്ന് കൂടെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട് കേട്ടോ.
ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ അളവിൽ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ 3 റോള് ഉണ്ടാക്കാനുള്ളതുണ്ട് ഈ കൂട്ട് കേട്ടോ. ഇപ്പം ദേ എല്ലാം നല്ല ഭംഗിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് ശേലമായിരിക്കുന്നു കാണാൻ തന്നെ അല്ലേ. കഴിക്കാൻ അതിലും സ്വാദാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്